ചുരൽമല ദുരന്തത്തിൽ ഗതികെട്ടുപോയതാണ് കുറേ കുടുംബങ്ങൾ. പക്ഷെ ആ കുടുംബങ്ങളെ ഇടത് സർക്കാർ കൈവിട്ടതേയില്ല. ദുരന്തബാധിതർക്ക് സർക്കാർ പണിതീർക്കിയ വീടിന് ഫൗണ്ടേഷൻ ഇല്ലെന്ന് നുണ പറഞ്ഞിരുന്ന കോൺഗ്രസുകാർ പണിത വീടുകൾ ഗർത്തമായി മാറിയത് ഏത് സംസ്ഥാനത്താണ്? ഏത് കോൺഗ്രസിൻ്റെ ആർക്കിടെക്റ്റാണ് ആ കടുക ചെയ്തത്? തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ പാവങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്നത് മികച്ച കെട്ടുറപ്പുള്ള ഭവനമെന്നാണ് അവർ പറയുന്നത്. ഇവിടെ ചുരൽമലയിൽ അടിത്തറ ശക്തമാക്കി വീടുണ്ടാക്കുന്നു. അവിടെ തെലങ്കാനയിൽ കോൺഗ്രസ് നേതാക്കൾ സ്വന്തം അടിത്തറ ശക്തമാക്കി നടുക്ക് കുഴിയുള്ള വീടുണ്ടാക്കി പാവങ്ങൾക്ക് കൈമാറും. അതുമാത്രമാണ് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാരിൻ്റെ ഭവന പദ്ധതി വിലയിരുത്തുന്നതിനിടെ ഒരു വീടിൻ്റെ തറ ഇടിഞ്ഞിട്ടാണ് അപകടത്തിൽപ്പെട്ടത്. സ്ഥലം MLAയും സർക്കാർ വിപ്പും കളക്ടറുടെ ചുമതലയുള്ള IAS ഉദ്യോഗസ്ഥയുമായിരുന്നു. വെമുലവാഡ MLA ആയ ആദി ശ്രീനിവാസാണ് ഇങ്ങനെ കുഴിയിലേക്ക് വീണത്. വലിയൊരു അപകടത്തിൽ നിന്നും അത്ഭുതകരമായി MLA രക്ഷപ്പെട്ടതിന് ദൈവത്തോട് നന്ദി പറയുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. കാരണം ആ വീട് പണിത് കോൺഗ്രസ്സുകാരാണ്. തെലങ്കാന കോൺഗ്രസ് സർക്കാരിൻ്റെ അഴിമതിയുടെ തെളിവാണ് വീടിൻ്റെ തറ ഇങ്ങനെ ഇടിഞ്ഞ് ഗർത്തമായി മാറിയതെന്ന് BRS ആരംഭിക്കുന്നു. എന്നാൽ മുൻ BRS സർക്കാരാണ് നിലവാരമില്ലാത്ത നിർമ്മാണത്തിന് ഉത്തരവാദികളെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. ഇതിൽ ആർക്കെതിരെ പറയുന്നത് വിശ്വസിക്കേണ്ടതെന്നറിയില്ല. പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, K മുരളീധരൻ, ബഹുമാന്യനായ സണ്ണി ജോസഫ് ഇവരൊക്കെ എന്ത് പറയുമായിരിക്കും ഈ ഭൂമി ഇടിഞ്ഞ് തെലങ്കാനയിൽ താഴേക്ക് പോയതിൽ? രാജണ്ണ സിർസിലയിൽ 2 മുറികളുമായി നിർമ്മിക്കുന്ന വീട് സന്ദർശിക്കാനാണ് ആ MLA ചൊവ്വാഴ്ച രാവിലെ എത്തിയത്. കളക്ടറുടെ ചുമതലയുള്ള ഗരിമ അഗർവാളും മറ്റു ഉദ്യോഗസ്ഥരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ആ ബ്ലോക്കിൽ പണി പൂർത്തിയാക്കാനുള്ള നിൽക്കവെയാണ് അവർ നിന്ന ഭൂമി അതേപടി ഇടിഞ്ഞ് താഴേക്ക് പോയത്. കെട്ടിടത്തിൻ്റെ തറ മൊത്തത്തിൽ അങ്ങ് ഇടിഞ്ഞ് താഴുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്നവർ കയറി പിടിച്ചത് കൊണ്ട് MLA രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. എന്നിട്ടാണ് ഇവരുടെ കേരളത്തിലെ കോൺഗ്രസ് സംഘടനക്കാർ ഘടകം ഇടത് സർക്കാർ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട് നിർമ്മിച്ചു കൊടുക്കുന്ന ആ വീടുകളെപ്പറ്റി നുണ പറഞ്ഞു വരുത്തുന്നത്. അത് വീടുകൾ മാത്രമല്ല, ഒരു ടൗൺഷിപ്പ് ആണെന്ന് ഈ കോൺഗ്രസ്സുകാർ ഓർക്കണം. ഇനി കേട്ടോണം. ചുരൽമല ഉൾപ്പെടുന്ന ആ ഉരുൾപൊട്ടൽ ദുരന്ത അതിജീവിതർക്കായി സംസ്ഥാന സർക്കാർ കൽപ്പറ്റയിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ 9 വീടിൻ്റെ കൂടി പ്രധാന വാർപ്പ് കഴിഞ്ഞ ആഴ്ച പൂർത്തിയായിരുന്നു. നിർമ്മാണം ആരംഭിച്ച 105 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയ ഒരു മാതൃകാ വീടിൻ്റെ അതിൻ്റെ സമാനമായ നിർമ്മാണ പ്രവർത്തനങ്ങളും അതേ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉപയോഗിച്ചാണ്, നിർമ്മാണ സാമഗ്രികൾ ഒക്കെ ഉപയോഗിച്ചാണ് കെട്ടുറപ്പുള്ള വീടുകൾ ഉയരുന്നത്. സർക്കാർ ഏറ്റെടുത്ത 64.47 ഹെക്ടറിൽ 410 വീടുകളാണ് ഇത്തരത്തിൽ ഉയരുന്നത്. 7 സെന്റിൽ 1000 ചതുരശ്ര അടിയിലാണ് ഒരു വീട്. ജനുവരിക്ക് മുമ്പ് വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറാനാണ് സർക്കാരിൻ്റെ ശ്രമം. അക്ഷീണം പരിശ്രമിക്കുകയാണ് എഞ്ചിനീയർമാരും നിർമ്മാണ തൊഴിലാളികളും. പ്രധാന വാർപ്പ് കഴിഞ്ഞ വീടുകളിൽ ഭിത്തിക്ക് സിമൻറ്റ് തേച്ച് കഴിഞ്ഞു. ടൗൺഷിപ്പിലെ മുഴുവൻ കെട്ടിടങ്ങളും പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള ഫ്രെയിംഡ് സ്ട്രക്ചർ സാങ്കേതികതയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 600-ലധികം തൊഴിലാളികളാണ് ഇവിടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്തായാലും തൊഴിലാളികളുടെ എണ്ണം കൂട്ടി ഈ വീടുകളുടെ അവസാന മിനുക്ക് പണികളും എത്രയും വേഗം തീർക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം. 331 വീടിന് ഇതുവരെ നിലമൊരുക്കി കഴിഞ്ഞു. 300 എണ്ണത്തിന് അടിത്തറ ഒരുക്കാൻ കുഴിയെടുത്ത് മണ്ണ് പരിശോധനയെല്ലാം പൂർത്തിയായി. 231 വീടിന് അടിത്തറ പൂർത്തിയായി, മേലോട്ടുള്ള കെട്ടും തുടങ്ങി. 30 വീടിൻ്റെ പില്ലർ ഉയർന്നു. അങ്ങനെ കോൺക്രീറ്റ് മിശ്രിതമടക്കം ശാസ്ത്രീയ പരിശോധന നടത്തി അതിൻ്റെ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത്. ഇതൊക്കെയാണ് കേരളത്തിലെ കഥ, കൽപ്പറ്റയിലെ കഥയല്ല, നടക്കുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, കോൺഗ്രസ്സുകാർ എവിടെ ചെന്ന് എന്ത് പരിപാടി അവതരിപ്പിച്ചാലും അതൊരു വൻ ദുരന്തത്തിലേക്ക് ചെന്ന് അവസാനിക്കും. കോൺഗ്രസ്സുകാരും ലീഗുകാരും ചേർന്ന് കുറേ വീടുകളുടെ നിർമ്മാണം നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയാം. തെലങ്കാന പോലെ ആകരുത് എന്ന് മാത്രമേ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ.